അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 138. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നലെ വിശദീകരിച്ച പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലെന്ന് ചൊന്നെങ്കിൽ വെറും അമൽ മാത്രം ആക്കടല്ല, അതല്ല നിങ്ങൾക്ക് സ്വഹാബിങ്ങ പടിപ്പാട്ടി തന്നരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ കൽബ് കൊണ്ട് വലിയ പ്രേമവും സ്നേഹവും ഉണ്ടാവുമ്പോൾ ಅದರ അടയാള അല്ല ഒരു മുഅ്മിനായ മനുഷ്യരുടെ അവയവത്തിൽ ഇങ്ങനെ പ്രകടാവും ചൊല്ലക്ക് ഒരു സംശയവുമില്ല. സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോൾ ബുൾപുട്ടോണ്ടിന്നಂಕಿತ್ತೆ, ഷൗക്ക് കൊണ്ട് ഇഷ്ക് കൊണ്ട് പ്രേമം കൊണ്ട് ബുൾപുട്ടോണ്ടിന്നಂಕಿತ್ತೆ ധാരാളം മഹാന്മാരുള്ളാർ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്തായപ്പ ആ നബി തങ്ങ ഇല്ലാത്ത റായത്തിൽ ഞാൻ നിക്കില്ലെന്ന് ചൊന്നಂಕಿತ್ತೆ ബിലാൽ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരുള്ളാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്തായപ്പ നബി തങ്ങളെ കാണാത്ത കണ്ണ് നക്കിനി അഗത്യ ഇല്ല എന്ന് ചൊന്നിട്ടു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ണടെ കാഴ്ച എടുക്കുവാനായിട്ട് അള്ളാഹുരൊಟ್ಟಿಗೆ ദ്വാരനಂಕಿತ್ತೆ സംഭവ ധാരാളം നമുക്ക് അതുപോലത്തെ സംഭവ ധാരാളം നമുക്ക് കാണുക സാധ്യമാവും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവ്വകാലത്ത് പ്രേമിച്ച് സ്നേഹിച്ച് കാട്ടിത്തന്നಂಕಿತ್ತೆ വലിയ വലിയ മഹാന്മാർ ഞങ്ങളെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസ വെച്ചാണ്ടായെങ്കിൽ അവനുകു പിന്നെ ഈമാന്റെ മാധുര്യ അവൻ എത്തിക്കിടാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാട്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട്ടി പിർസത്തെ ഒരാൾ നമുക്ക് ഇല്ലಂತುണ്ട്. അതുപോലെ അബ്ദ ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു മോളു അബ്ദാൻ ചൊല്ലಂಕಿತ್ತೆ പെണ്ണ്, ആ പെണ്ണ് ചൊല്ലു ഖാലിദ് റളിയല്ലാഹു അൻഹു എന്റെ ബാപ്പ അയാൾ കടക്കുക പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളെ പേര് ചൊന്നിട്ടു നബി തങ്ങളെ സ്വഹാബിങ്ങളെ അൻസാർ മുഹാജിരിങ്ങളെ പേര് ചൊന്നിട്ട് ഇങ്ങനെ ബുൾപുട്ടോണ്ടിന്ത് അങ്ങളൊട്ടിಗೆ പോണുകു നന്റെ കൽബ് ഇങ്ങനെ ആശിച്ചോണ്ടുണ്ട്. വെറും അമൽ മാത്രം നാണ് ആക്കിടല്ല അയാൾ ചൊന്നോണ്ടുള്ളു. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട്ടി പിർസത്തെ ഒരാള് നമുക്ക് കാണുക സാധ്യമേ ഇല്ല. അങ്ങനത്തെ എത്രമാ സംഭവ നമുക്ക് പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കിലത്തെ മഹാന്മാരുടെ ചരിത്രത്തിൽ കാണുക സാധ്യമാവുള്ളൂ. അൻസാറുകളിൽപ്പെട്ട ഒരു പെണ്ണ് മുന്നിൽ നാം വിശദീകരിച്ചിരുന്ന ഉഹദ് യുദ്ധത്തിൽ ബാപ്പ സഹോദരൻ ഭർത്താവ് എല്ലാം മരണപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നും വിഷയമേ അല്ലാണ്ട് മഹാൻ ചൊന്നിട്ടിന്ത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കേട്ടാറ്, നിങ്ങൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കല്, നിങ്ങളെ പ്രേമ എങ്ങനെയാണ്ട് കേട്ടപ്പ അയാൾ ചൊല്ലു, കാന വല്ലാഹു അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ. എല്ലാത്താട്ടിയും സ്വത്തുരാട്ടി മക്കളാട്ടി ബാപ്പ ഉമ്മടാട്ടി എല്ലാത്താട്ടിയും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ വലിയ പിർസയിന്തുണ്ട് ആ മഹാന്മാർ പഠിപ്പാട്ടിരുന്നാറ്. അതുപോലെ സെയ്ദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹു അയാളെ തൂക്കിലേറ്റു പോയപ്പോഴും ആ മഹാനായ ആ ആള് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹു ചൊല്ലെ അയാളൊട്ടിಗೆ ചെന്നാറ്, ഈ ജാഗല് നീനുള്ള ജാഗല് മുഹമ്മദ് പിന്നെ ഉണ്ടായെങ്കിൽ നീ ഇഷ്ടപ്പെടുற എന്ന് കേട്ടപ്പ അയാളത് ചൊല്ലുക റെഡിയായില്ല. അയാൾ ചൊല്ലു, ഈ ജാഗല് ഇയാളൊട്ടിಗೆ അങ്ങ് കേൾക്കിടാറ് അബു സുഫിയാൻ അടക്കമുള്ള ശത്രുങ്ങ കേൾക്കിടാറ്, നീ ഇത്ര ചെന്നങ്ങമൈ എന്ದ್ರೆ നീ ഇപ്പൊ നിന്റെ കൊല്ലൊകാണെന്നങ്ങ പറത്തായ ഈ ജാഗൽ മുഹമ്മദ് ഇന്നലെ നല്ല എന്തുണ്ട് അത്ര ചൊന്നങ്ങമൈ മുഹമ്മദിനെ നമുക്ക് കൊല്ലകൊന്നും ആവില്ല, അതൊന്നും നീ ചൊന്നങ്ങമൈ. അപ്പോഴാണ് അയാൾ ചൊല്ലുടെ മറുപടി, ഈ ജാഗല് മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങ പോട്ട് നബി തങ്ങ ഇപ്പ ഉള്ള ജാഗല് നബി തങ്ങ ഔത്തിലിന്നെങ്കിൽ ആ ജാഗല് നബി തങ്ങളെ കാൽകൊരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല എന്നിട്ട് ചൊന്നെങ്കിത്തെ സ്വഹാബി അമൽ മാത്രമാ ആ മഹാന്മാരെ മനസ്സിലിന്നെങ്കിത്തെ എത്ര വലിയ പ്രേമവും സ്നേഹമായിട്ടിക്കിട്. അപ്പോഴാണ് അബൂ സുഫിയാൻ ചെല്ലെ മാറ ഐത്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദ് നബി മുഹമ്മദിന്റെ അനുയായിങ്ങൾ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കും പോലെ ഒരു നേതാവുടെ അനുയായിങ്ങവും ആ നേതാവുടെ പ്രേമിക്കരുത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ചെന്നിട്ട് സർട്ടിഫിക്കറ്റ് ഇയാള് അബൂ സുഫിയാൻ കണ്ട് കൊടുത്തിട്ടിന്ന് ചെന്നിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. അയാളാണ് കേൾക്കടെ, യാ സെയ്ദു അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽ ആന ഇൻദനാ മകാനക് യുദ്റബു ഉനുഖുഹു വ അന്നക ഫീ അഹ്ലിക്. നീ നിന്റെ ഔത്തുൽ ദെക്കണു, അതേ സമയത്ത് ഈ ജാഗൽ മുഹമ്മദിന്റെ രംഗ് നിനക്ക് ഇഷ്ടാവത്താണ് കേട്ടപ്പോ അയാൾ ചെന്ന മറുപടി, വല്ലാഹി മാ വഹിബ്ബു അന്ന മുഹമ്മദൻ അൽ ആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ഷൗകത്തുൻ വ ഇന്നി ജാലിസുൻ ഫീ അഹ്ലി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇപ്പൊ ഉള്ള ജാഗല് ഒരു മുള്ളു പോലും തർക്കരുത് ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് ചെന്നപ്പോഴാണ് അബൂ സുഫിയാന്റെ മറുപടി, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാൻ. ഇങ്ങനത്തെ ധാരാളം സംഭവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് പ്രേമിച്ചിട്ട് ജീവൻ പോലും കൊടുക്കുക തയ്യാറായെങ്കിലത്തെ ധാരാളം സ്വഹാബിമാരെ സംഭവമല്ല നമുക്ക് കാണുക സാധ്യമാവും. അപ്പൊ നബി തങ്ങളെ സ്നേഹിക്കലെന്ന് ചൊന്നെങ്കിൽ വെറും അമൽ ആക്കടെ മാത്രമല്ല, അത് പുതിയ വ്യാഖ്യാനായിട്ടിക്കട്. നബി തങ്ങളെ സ്നേഹിക്കലെന്ന് ചൊന്നെങ്കിൽ
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ ഇത്തിബാവും ആക്കണം. അതിലൊട്ടിಗೆ നബി തങ്ങളെ മഹബത്ത് മനസ്സിൽ ഇങ്ങനെ നിറയണം. അങ്ങനെ നിറയുമ്പോഴാണ് ആ ഞാൻ സ്നേഹിക്കടെ പ്രേമിക്കടെങ്കെത്ത ആള് അയാളെ എല്ലാ കാണുമ്പോ നക്ക് വലിയ ആശാവുടു ഷൗക്കാവുടു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാണ് പ്രേമിക്കടാൻ ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് അവിടെ എഴുതി വെച്ചിട്ടും എല്ലാം റെഡിയാക്കി വെച്ചില്ലാറ് മക്ക എന്താ ചെന്നെങ്കിൽ സ്വഹാബിങ്ങാറും ഇങ്ങനെ സലാം ചൊല്ലുക അപ്പപ്പ വന്നോണ്ടില്ല ಅಂತ പിന്നെ എന്തിಗೆ സലാം ചൊല്ലുക തിരക്കാക്കടെ റഷാക്കടെ ಅಂತೆಲ್ಲ ഒട്ടാരെ മുസ്ലിമീങ്ങളെ ഈ മഹബത്തിലെ കൽബിടെ എടുത്തിട്ട് ഒരു ഉണങ്ങിയ ഇസ്ലാമാണ് ഇങ്ങെന്താക്കിക്കൊണ്ടുള്ള പ്രതിപാദനാക്കിക്കൊണ്ടുള്ള ഒരിക്കലും ഇത്രയും വലിയ മഹാന്മാരെ മുട്ട ഇങ്ങ് അടുക്കുകുത്തീറ അടുത്തെങ്ക് സ്വർഗത്തിൽ എത്തിപ്പോവാറ് അങ്ങനത്തെ ഒരു പേടിയായിട്ട് ഇങ്ങുള്ളേ. അപ്പൊ എല്ലാം തടുക്കു അങ്ങെന്തായിട്ടുള്ളാർ റെഡിയായിട്ടുള്ളാർ. വേറൊരു ഹിക്മത്തും അതിലൊട്ടിಗೆ ചെല്ലാറ് ഇങ്ങെല്ലാം അനുവാദം ആക്കി കൊടുത്തിട്ടിന്നാറുണ്ടായെങ്കിൽ അവിടെ എന്താവത്തും ചെന്നെങ്കിൽ എല്ലാം എടുത്തു കൊണ്ടുപോകത്താറ് മൊഹിബിങ് ഒന്നും വെക്കലന്തെന്ന് ചൊല്ലെ അങ്ങനത്തെ ഒരു ഓപ്ഷനും ചൊല്ലാറ്. ഏതായാലും അവിടെ എല്ലാ പക്കവും ഇതേ എഴുതി വെച്ചിത് ചെന്നെങ്കിൽ ഞങ്ങളെ ഭരണവും വഹാബി ഭരണ അതിരൊട്ടിಗೆ അവിടെ ഉള്ള മുത്തവമാർ ഇതിനെ എതിർക്കു റെഡിയായെങ്കെത്ത കുറെ ആൾമാർ വഹാബിയത്ത് ഷിർക്ക് തലക്ക് വത്തിയെങ്കെത്ത ആൾമാർ ഇതിനെ ശരിക്കും എതിർത്തോണ്ടുള്ള ഞാനിപ്പോ ഇത് എന്തിക്ക് ചൊന്നോണ്ടുള്ള ചൊന്നെങ്കിൽ ഒരിക്കലും ഇത് ഇസ്ലാം അല്ലാണ്ട് ഇസ്ലാമും ചൊന്നെങ്കിൽ അവിടെ സ്നേഹമുണ്ട്, അതുപോലെ തന്നെ മഹബത്തുണ്ട്, പ്രേമെല്ലാം ഉണ്ട്, കൽബ് അത് പ്രകടാവിടേക്ക് യാതൊരു എന്തില്ല എതിർപ്പും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച പ്രേമിച്ചെങ്കെത്ത ഒരാൾ നബി തങ്ങളെ കുബ്ബ നോക്കിയിട്ട് ഇങ്ങനെ ദക്കുമ്പോ അതൊരിക്കലും ഷിർക്കാവുക സാധ്യയില്ലാണ്ടാണ് ഞാൻ ചൊന്നോണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് പ്രേമാധിക്യം കൊണ്ട് അവിടുത്തെ ഹുജറ ഒരാൾ തൊട്ടുമുത്തിട്ടുണ്ടായെങ്കിൽ അതൊരിക്കലും ഷിർക്കാവുക സാധ്യാവില്ല എന്ന് ഞാൻ ചൊന്നോണ്ടുള്ള. കാരണം അത് മനസ്സിൽ ഉൾകൊള്ളെങ്കത്തെ പ്രേമായിട്ടിക്കത് അതൊരിക്കലും ഇബാദത്ത ആ നബി തങ്ങളുള്ള ആരാധന ആവുക സാധ്യമേ ഇല്ലാണ്ടാണ് ഈ ചൊന്നതിന്റെ അർത്ഥം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക പോയെങ്കത്തെ ഒരാള് നബി തങ്ങളെ കുബ്ബ മുന്നിട്ട് ദക്കണ്ടാൻ ചൊല്ലക്ക് എന്തൊരു അർത്ഥമുള്ള എന്നാണ് കേട്ടോണ്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അയാൾ അൽ ജൗഹറുൽ മുനല്ലം ഫി സിയാറത്തിൽ ഖബറിൽ മുഅല്ലം ചൊല്ലങ്കത്തെ കിതാബുലു മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കട് അന്നദറു ഇലൽ ഹുജ്റത്തിൽ മുഅത്തറത്തി വൽ ഖുബ്ബത്തി ശരീഫത്തി ഇബാദത്തുൻ കന്നദറി ഇലൽ കഅബത്തിൽ മുശറഫ. കഅബത്ത് നോക്കുന്നത് ഇബാദത്ത്, അതിൽ സംശയമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പവിത്രമായ റൗളത്തുകും അതിരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പച്ചക്കുബ്ബ വലിയ ഹൈബത്തുള്ള വലിയ വക്കാറുള്ളങ്കത്തെ ആ കുബ്ബത്ത് നോക്കി നിൽക്കുന്നതും വലിയ ഇബാദത്തായിട്ടിക്കുന്നുണ്ട് പഠിപ്പാട്ടത് ആറ് ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ധൂൾകു പോലും സമാനായ ആൾമാർ ഉണ്ടില്ല. അപ്പൊ ഞാൻ ചൊന്നു വന്നോണ്ടുള്ളേ ഇത്രയും വലിയ മഹാന്മാർ പരിശുദ്ധമായ കുബ്ബത്തെ നോക്കി വെക്കരുത് ഇബാദത്ത് നമുക്ക് പഠിപ്പാട്ടുകൊണ്ടുള്ളാറ്. കാരണം അത് നന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളത്തെ മേലുള്ളങ്കെത്ത കുബ്ബ ഒന്ന്. രണ്ടാമത് നാണ് നബിത്തങ്ങളെ സന്ദർശനാക്കുക പോണ്ടേ, നബിത്തങ്ങളെ കാണുക പോണ്ടേ. അപ്പൊ നബിത്തങ്ങളെ കാണുക നാ പോയാണ്ടായെങ്കിൽ നബി തങ്ങളമേ ನಾನು മുന്നിടണാവുള്ളൂ. ഒരാള് നന്റെ ഔത്തുകു സന്ദർശനത്തുക്ക് നന്റെ സന്ദർശനത്തുക്ക് ബന്ധുവിന്റെ പേരിക്ക ഉദാഹരണത്തുക്ക് അങ്ങനെ നന്റെ സന്ദർശനത്തുക്ക് വന്നാള് പിറകു തിരിഞ്ഞിട്ട് അപ്പുറം മുഖയിട്ടിട്ട് നന്റെ മുണ്ടിയെങ്കിൽ അതിക്ക് ആരെങ്കിലും അർത്ഥമുണ്ടാ അല്ലെങ്കിൽ ഈ മുണ്ട ആളുകൾ എന്തെങ്കിലും പിന്നെ ലെവലുണ്ടുണ്ട് ആരെങ്കിലും ചൊല്ലുവാറ നന്റെ സന്ദർശനാക്കോ വന്ന ആള് നന്റെ മുട്ട മുന്നിട്ട് നണ്ടൊട്ടിಗೆ മുണ്ടണു അപ്പോഴാണ് അയാൾക്ക് ലെവലുണ്ട് സരിയുണ്ടെന്ന് ചൊല്ലെ. അതേ സമയത്ത് നണ്ടൊട്ടിಗೆ മുഖ തിരിച്ചിട്ട് അപ്പുറ പിറകു നോക്കിയിട്ട് അല്ലെങ്കിൽ വലത്തെ സൈഡ് നോക്കിയിട്ട് നണ്ടൊട്ടിಗೆ മുണ്ടെങ്കിൽ അയാൾക്ക് സമയമില്ലാണ്ട് മനുഷ്യന്മാർ നോക്കിട ആൾമാർ ചൊല്ലാറ്. അതേ സമയത്ത് കൂടെ നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശനാക്കോ പോകുമ്പോ നബി തങ്ങളമേ നാണ് മുന്നിടണു. അതാണ് അതര യഥാർത്ഥ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ 40 വർഷ ദർസെടുത്തങ്കത്തെ ആഷിഖുർ റസൂലായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വലിയ മഹാനായിട്ടിക്ക്. ആ മാലിക് ഇമാമുക്ക് തെരിയാത്തങ്കത്തെ തൗഹീദ്, മാലിക് ഇമാമുക്ക് തെരിയാത്തങ്കത്തെ ഷിർക്ക് ഇണ്ടത്തെ ഈ മരി ആൾമാർക്ക് തെരിടും ചെന്നെങ്കിൽ അത് അംഗീകരിക്കൂ തലച്ചോറുള്ള ഒരാൾക്ക് സാധ്യയില്ലാണ്ടാണ് ഞാൻ ചെന്നോണ്ടുള്ളത്. ഈ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് അബൂ ജഅഫർ ചൊല്ല രാജാവ് അഥവാ മൻസൂർ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിയ ഖലീഫമാരെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആള്. അയാൾ മാലിക് ഇമാമിനൊട്ടിക്ക് എന്തോ വിഷയത്തിൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ചർച്ച ആക്കിത്ത്. അപ്പൊ അയാളെ ശബ്ദത്തിൽ യാറായി പോയിത്ത്. അപ്പോഴാണ് മാലിക് ഇമാം ചൊല്ല യാ അമീർ അൽ മുഅ്മിനീൻ ലാ തർഫഉ സൗതക ഫീ ഹാദൽ മസ്ജിദ്. ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദം ഉയർത്തുക സൗണ്ട് നിങ്ങൾ യാറായി പോയിത്ത്. കാരണം ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ ഫഖാല ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമുകു അദബ് പഠിപ്പാട്ടില്ല. അങ്ങനെ
നിങ്ങളെ ശബ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്താട്ടി ആരോ ഉയർത്തുകൂത്തീറ. അപ്പൊ കുറെ ആൾമാർ കേൾക്കുവാർ, നബി തങ്ങ വഫാത്തായി പോയിട്ടില്ലേ, എല്ലാം തീന്നിട്ടില്ലേ, തീന്നൽ പിന്നെ ശബ്ദം ഉയർത്തി എന്താ അവിടെ ചെന്നിട്ട് കേൾക്കുവാർ. അങ്ങനൊന്നും ഇല്ല. നബി തങ്ങ വഫാത്തായി പോയെങ്കിലും ഹയാത്തുള്ള നേതാവിടെ പോലെ അങ്ങനെ നമ്പിയെങ്കിൽ ഇപ്പൊ ശിർക്കായി പോവും എനിക്ക്. അതേ സമയത്ത് മാലിക് ഇമാമുടെ വഴിപാട്ട് നബി തങ്ങളെ സൗണ്ട് ആട്ടി ആരെ നിങ്ങൾ സൗണ്ട് ആക്കുകൂത്തീറ, നബി തങ്ങളെ മുട്ട നിങ്ങൾ ശബ്ദം ഉയർത്തുകൂത്തീറാൻ ചൊല്ലെ വിഷയത്തിക്ക് ഈ ആയത്താണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 10 ലക്ഷം ഹദീസ് കാണാപ്പാടുള്ളെങ്കത്തെ ഏറ്റവും വലിയ ഷാഫി ഇമാമുടെ ഉസ്താദും കൂടിയായ മാലിക് ഇമാം വഴിപാട്ടിയോണ്ടുള്ള നബി തങ്ങ വഫാത്തായി പോയെങ്കിലും തീന്നു പോയിട്ടില്ല, നബി തങ്ങ ഹയാത്തുള്ള നബിയെ പോലെ. അപ്പൊ നബി തങ്ങളെ ഹളറത്തിൽ സൗണ്ട് ഉയർത്തണ്ടാൻ ചെന്നു ഖുർആൻ ചൊന്നോണ്ടുണ്ടു. അതുകൊണ്ട് നിങ്ങ ഈ ഹളറത്തിൽ സൗണ്ട് ഉയർത്തൂ തീരാണ്ട് രാജാവിടെ മുന്നുള്ളൂ മാലിക് ഇമാം ചൊന്നോണ്ടുണ്ട്. എന്നിട്ട് മാലിക് ഇമാം ചൊന്തു മദഹ ഖൗമൻ, അള്ളാഹു ഒരു ഖൗമുടെ മദഹാക്കിയ അവൻ ചൊന്ന അള്ളാഹു ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി, അള്ളാഹു ചൊല്ല അള്ളാഹുടെ റസൂലിന്റെ മുട്ട ശബ്ദ ഉയർത്തുന്ന ആൾമാർ അങ്ങനെ കൽബുടെ അള്ളാഹു തക്വത്തുക്ക് സെലക്ട് ആക്കിട അങ്ക് നല്ല മഗ്ഫിറത്തും കൂലിയും ഉണ്ടു ചെന്നിട്ട് അള്ളാഹു ചെന്നോണ്ടുള്ള. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ശബ്ദം ഉയർത്തിട്ട് മുണ്ടിറങ്ങിയത്തെ ആൾമാരെ അള്ളാഹു ആക്ഷേപിച്ചില്ല, അങ്ക് ബുദ്ധി ഇല്ലാണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പടിപ്പാട്ടിയോണ്ടുള്ള. അതുകൊണ്ട് മാലിക് ഇമാം പിന്നെ ചൊല്ലു വ ഇന്ന ഹുർമതഹു മൈത്തൻ മയ്യിത്തൻ അല്ലെങ്കിൽ മൈത്തൻ കഹുർമതിഹി ഹയ്യൻ ഫസ്തകാന ലഹാ അബൂ ജഅഫർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്തായിട്ടുണ്ടെങ്കിലും ഹയാത്തുള്ള പോലമേ ഗൗരവ ബഹുമാനം എല്ലാം ഉണ്ട്.